വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ കരട് റിപ്പോർട്ട് അംഗീകരിച്ച് സംയുക്ത പാർലമെന്ററി സമിതി 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. റിപ്പോർട്ട് ഉടൻ ലോക്സഭാ സ്പീക്കർക്ക് കൈമാറുമെന്ന് JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ പറഞ്ഞു. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അവസാന യോഗത്തിലാണ് കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ടിന് അംഗീകാരം. ബില്ലിന്റെ കരട് റിപ്പോർട്ട് സമിതി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. आज रिपोर्ट भी अडॉप्ट होगा और आज रिवाइज जो अमेंडेड बिल है वो भी अडॉप्ट होगा. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും നിലനിർത്തിയതായാണ് വിവരം. ബോർഡിൽ 2 മുസ്ലിം ഇതര വിഭാഗക്കാർ വേണമെന്ന വ്യവസ്ഥ നിലനിർത്തും. വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണയിക്കാനുള്ള അവകാശം വഖഫ് കമ്മീഷണർമാരിൽ നിന്നും ജില്ലാ കളക്ടർമാർക്ക് നൽകാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി പരിഗണിക്കില്ലെന്ന വ്യവസ്ഥയും കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 44 വ്യവസ്ഥകളിൽ ഭേദഗതികൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. 24 ഡൽഹി.